PV അൻവറിന്റെ UDF പ്രവേശനം വൈകും. അൻവറിനെ UDFന്റെ ഭാഗമാക്കുന്നതിനോട് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത വിയോജിപ്പാണ്. അൻവർ UDFനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. പ്രതിപക്ഷ നേതാവിനെയും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെയും PV അൻവർ വിമർശിച്ചതാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാരെ ചൊടിപ്പിച്ചത്. PV അൻവറിന്റെ പ്രതികരണങ്ങൾ അനവസരത്തിലായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. UDFനൊപ്പം കൂട്ടിയാലും ഈ പ്രവണത തുടരുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുൻ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർ അൻവറിനെ കൂട്ടുന്ന കാര്യത്തിൽ പച്ചക്കൊടി വീശി. എന്നാൽ മുസ്ലിം ലീഗ് ആകട്ടെ ഉറച്ച ഒരു തീരുമാനം UDFൽ അറിയിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനെ അനുകൂലിക്കുന്ന നേതാക്കൾക്കാണ് അൻവറിനെ UDFനൊപ്പം നിർത്തുന്നതിൽ വിയോജിപ്പുള്ളത്. എന്നാൽ അൻവർ UDFനൊപ്പം ഉറച്ചു നിന്നാൽ നേട്ടമുണ്ടാകുമെന്നാണ് ലീഗിലെ ഒരു വിഭാഗം പറയുന്നത്. അൻവറിന് UDFനൊപ്പം ചേരാൻ താല്പര്യമുണ്ട്. 27-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിനു ശേഷം കോൺഗ്രസ് അൻവറിനോടുള്ള നിലപാട് വ്യക്തമാക്കും. അതേസമയം മറ്റേതെങ്കിലും പാർട്ടികൾ LDF വിട്ടുവരാൻ തയ്യാറാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. ഇതിനായി UDF കൺവീനർ അടൂർ പ്രകാശിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.